അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എടുത്തു പറയേണ്ടത്. നമ്മളുടെ നാട്ടിലുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകൾ, SKSSFന്റെ വിഖായ, അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ്, അതേപോലെ തന്നെ DYFI, SDPI, യൂത്ത് കോൺഗ്രസ്, സോളിഡാരിറ്റി അടക്കമുള്ള ചെറുക്ക് വീടുണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്, അവർക്ക് പൊന്നുമക്കൾ, അതെല്ലാം ഉണ്ടായിട്ടും ജീവൻ പണയപ്പെടുത്തിയിട്ട് ഇനിയും ഒരു ഉരുൾപൊട്ടൽ വന്നാലും ില്ല. പാവപ്പെട്ടവർ മണ്ണിനടിയിൽ കിടക്കുമ്പോ എന്റെ വീട്ടിൽ സൈഫായി കിടക്കുന്നത് മാന്യതയല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മനുഷ്യനോട് കൂറ് പുലർത്തുന്ന പ്രവർത്തനം നടത്തുമ്പോൾ പാവപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാരായ സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ സന്തോഷിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന ഏറ്റവും വലിയ കാഴ്ച അതാണ്. അവിടെ രാഷ്ട്രീയം പ്രശ്നമല്ല, അവിടെ സംഘടന പ്രശ്നമല്ല. എല്ലാവരും തോളോട് തോള് ചേർന്ന് ഒത്തൊരുമിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വയനാട്ടിലേക്ക് പോയപ്പോ ചാനലിൽ ഇരുന്നു കൊണ്ട് മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല, മനുഷ്യനെന്ന് പോയിട്ട് മൃഗമെന്ന് വിളിക്കാൻ പോലും ഈ നാവ് കൊണ്ട് ഞാൻ ലജ്ജിക്കുകയാണ്. മൃഗമെന്ന് പോലും മോഹൻദാസിനെ വിളിക്കാൻ പറ്റില്ല. മോഹൻദാസ് വന്നിട്ട് അവരുടെ കൊടിയുടെയും അതുപോലെ തന്നെ അവരുടെ കുപ്പായത്തിന്റെയും ജയ്സിയുടെയും കളർ പറഞ്ഞ് അവർ നടത്തുന്ന ഏറ്റവും വലിയ മഹിതമായ പ്രവർത്തനത്തിന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മനുഷ്യത്വരഹിതമായ പ്രസ്താവന നടത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ ലജ്ജിക്കുന്നു, മൃഗങ്ങൾ പോലും ലജ്ജിക്കുന്നു. ഏഷ്യാനെറ്റ് നടത്തിയ ഒരു അഭിമുഖത്തിൽ ഒരു പാവപ്പെട്ട വയസ്സായ ഒരമ്മ പറയുന്നുണ്ട്, 1:30 മണിയാകുമ്പോ ആദ്യമായിട്ട് ഉരുൾപൊട്ടലിന്റെ ശബ്ദം കേട്ടപ്പോ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. വയ്യാത്ത എന്റെ വീട്ടിൽ കിടക്കുന്ന എന്റെ അമ്മയും എന്റെ മകളുടെ കുട്ടിയെ, ചെറിയ ഒരു കുട്ടിയും, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മലമുകളിലേക്ക് ഓടിയിട്ട് രാത്രി 1:30 മണിയല്ലേ ഞങ്ങൾ അകപ്പെട്ടത്. കാട്ടിന്റെ ഉള്ളിൽ ഒരു കൊമ്പനാനയുടെ മുന്നിലാ ഞങ്ങൾ അകപ്പെട്ടു പോയത്. ഒരു കൊമ്പനാനയുടെ മുന്നിൽ ഞങ്ങൾ അകപ്പെട്ടുപോയി. ആ ആനയുടെ മുന്നിൽ അകപ്പെട്ടപ്പോൾ അമ്മ പറയാണ്, ഞങ്ങൾ ആന ചവിട്ടി കൊല്ലുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആനയോട്, ഓ ആനേ, ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഒരു ദുരന്തം കഴിഞ്ഞിട്ട് ആ ദുരന്തത്തിന്റെ മുഖത്തിൽ നിന്ന് ജീവനും കൊണ്ടോടുകയാണ് ഞങ്ങള്, അതുകൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന് ഞങ്ങൾ ആനയോട് പറഞ്ഞപ്പോൾ ആ അമ്മ പറയാണ്, ആനയുടെ കണ്ണിൽ നിന്ന്, ഇരു കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി വന്നു. ആ ആന ഞങ്ങൾക്ക് ചിറക് വിരിക്കും പോലെ ആനയുടെ ഉടലിന്റെ കാലിന്റെ ഇടയിൽ ഞങ്ങളെ ആക്കിയിട്ട് നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾക്ക് സംരക്ഷണം തന്നു ആ ആന. ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്ന്, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണൊന്നും വെള്ളം ഒഴുക, അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ ഫുള്ളും നനഞ്ഞ് മൂപ്പരിടത്തുനിന്ന് നേരം. ആ ആനയുടെ കരുണ പോലും ഇല്ലാത്ത TJ മോഹൻദാസ്, മനുഷ്യന് എന്ന് വിളിക്കാൻ പറ്റില്ല, മൃഗമെന്ന് വിളിച്ചാൽ മൃഗത്തിന് പോലും നാണം കുരിക്കേണ്ടി വരും. അത്രയും നീചനായ വ്യക്തിയായി ഈ സന്നദ്ധ പ്രവർത്തകരെ വളരെ മോശമായി ചിത്രീകരിച്ച മോഹൻദാസ് ഒരുപാട് പേരെ ഈ TV-യിൽ കാണാനില്ല. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയുണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡിനെ കണ്ടു. അത് മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറെ എണ്ണം. ഇത് കൂടാതെ DYFI, ഇവരുടെ SDPI കണ്ടു. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക്കുള്ള മേഖലയാണ്. ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്, ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മൾ ഓർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിന്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഐക്യവും സ്നേഹവും നമ്മൾ എടുത്തു പറയേണ്ടത്. അള്ളാഹു അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഇസ്സത്തും ആരോഗ്യവും അതുപോലെ തന്നെ ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.